സുഹൃതങ്ങളുടെ വിളനിലമാണ് പരിശുദ്ധ അമ്മ മറിയം. അവളുടെ ചാരെ ചെല്ലുന്നവർ സുഹൃത ഗുണ സമ്പന്നരായി മാറും. എല്ലാ മരിയ ഭക്തർക്കും മാതൃപാദയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ എൻ സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, ഈ മെയ് മാസ പ്രാർത്ഥനയിൽ ഒരിക്കലും മുറിവനുഭവങ്ങളെക്കുറിച്ചോ സഹനങ്ങളെക്കുറിച്ചോ പറയാതെ നമുക്ക് ഈ ഒരു നോമ്പിൻ്റെ ധ്യാനം പോലെയുള്ള ഈ 31 ദിവസം അത്രയും പ്രാർത്ഥിച്ചൊരുങ്ങുന്ന മക്കളോട് അവസാനിപ്പിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു അമ്മയായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ മുറിവനുഭവം എന്നാണ് പറയുന്നത്. നമ്മൾ പറയില്ലേ പൊക്കിൾക്കുടി ബന്ധം. അപ്പം അമ്മയുടെ പൊക്കിൾക്കുടി മുറിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടെന്ന് പറയുന്നത്. വൺ ഓഫ് ദ ഹൊറിബിൾ ആയിട്ടുള്ള അവസ്ഥ പോലെ പൊക്കിൾക്കുടി മുറിക്കുക എന്ന് പറയുന്നത് ഒരു വേദനയാണ്. അതുപോലെ തന്നെ ഈറ്റുനോവ് ഒരു വേദനയാണ്. ഈ ദിവസങ്ങളൊരു വായന കിട്ടിയത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യന് 47 ഡെല്ലാണ് മാക്സിമം സഹിക്കാനായിട്ട് പറ്റുള്ളൂ. 37 ഡെല്ലാണ് ഒരു മനുഷ്യൻ നോർമലി സഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കിലോ കണക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ലിറ്ററിൻ്റെ കണക്ക് പറയുന്ന പോലെ ഒരു മനുഷ്യനെടുക്കുന്ന പെയിനെ നമ്മൾ അളക്കുകയാണെങ്കിൽ അത് ഡെല്ലിൻ്റെ കണക്കിലാണ് പറയുക. അപ്പം അങ്ങനെ ഡെല്ലിൻ്റെ കണക്കുകൾ പറയുമ്പോൾ നീ ഒരു മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അസുഖം വന്ന് തലവേദന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൊമിറ്റിങ് വന്ന്, അല്ലെങ്കിൽ വയർ അപ്സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നീ അനുഭവിക്കാൻ പോകുന്ന ഒരു മെൻ്റൽ ആഗണിയുടെ ഒക്കെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് പറയുന്നത് 37 ഡെല്ലാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന. പക്ഷേ ഒരു സ്ത്രീ അവൾ ഗർഭിണിയായിട്ട് ഒരു മകന് ജന്മം നൽകുമ്പോൾ 47 ഡെല്ല് വേദനയാണ് അവൾ അനുഭവിക്കുന്നത്. അതൊരു പുരുഷനും ഇത്രയും വേദന അനുഭവിക്കില്ല എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയുടെ 10% വേദന കുറവാണ് ഒരു പുരുഷൻ അനുഭവിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ചില കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 47 ഡെല്ല് വേദന. പക്ഷേ ഈ വേദനയേക്കാൾ അപ്പുറത്ത് 57-60 ഡെല്ല് വേദന അനുഭവിച്ചവരായിരുന്നു പരിശുദ്ധ മറിയവും അവളുടെ മകനായ യേശുക്രിസ്തു. കുരിശുമരണത്തിൻ്റെ സമയത്ത് റോമൻ സാമ്രാജ്യം കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള വേദന എന്ന് പറയുന്നതാണ് ഈ ക്രൂശ് മരണം. വെടിവെച്ച് കൊല്ലുക, അമ്പെയ്ത് കൊല്ലുക, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ പല കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നില്ലേ? വേദനയില്ലാത്ത സൂയിസൈഡുകളെ കുറിച്ചൊക്കെ ഈ ദിവസങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ കുരിശുമരണം എന്ന് പറയുന്ന സംഭവം അത്രയും വേദനയുള്ള ഒരു സംഭവമാണ്. ഈ സഹനമാണ് രക്ഷയുടെ അടയാളമായതുകൊണ്ടാണ് ഈശോ ഇത്രയും സഹനങ്ങൾ എടുത്തത് എന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മ സഹനങ്ങൾ എടുത്തത് കൊണ്ടാണ് അമ്മയെ സഹരക്ഷക എന്ന് സഭ പഠിപ്പിക്കുന്നത്. അമ്മയുടെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങൾ ഇങ്ങനെ അരങ്ങേറുന്നത് കാണും. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മരിയൻ ഭക്തരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവര് സഹനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ജീവിക്കുന്നവരാവണമെന്നുള്ളതാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈശോയുടെ അടുത്ത് വന്നിട്ട് എന്താണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണേ? എൻ്റെ ജീവിതത്തിൻ്റെ സഹനാനുഭവങ്ങൾ എടുത്ത് മാറ്റണമെന്നല്ലേ പറയണേ? മോന് നല്ല ജോലി വേണം, എൻ്റെ രോഗം മാറണം, എൻ്റെ സാമ്പത്തിക പ്രശ്നം മാറണം എന്നൊക്കെ പറയുമ്പോൾ സഹനങ്ങൾ മാറണം എന്നാണ് അതിൻ്റെ ഒക്കെ വ്യംഗ്യാർത്ഥമായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ ഈ ഒരു മെയ് മാസ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ പറയണത് നിന്റെ സഹനങ്ങളെ ദൈവത്തിന് ചേർത്ത് വെച്ച് സഹനങ്ങളെ രക്ഷാകരമാക്കി നിനക്ക് മാറ്റാൻ പറ്റുമോ? നിന്റെ മുറിവനുഭവങ്ങളുടെ മുമ്പിൽ നീ എങ്ങനെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മകൻ മരിച്ച ഒരു അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഇനി ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കണില്ല, ക്രിസ്തുവിലോ പരിശുദ്ധ അമ്മയിലോ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാൻ കാരണമായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ മകനെ എടുത്ത ദൈവം പിന്നെ എൻ്റെ ജീവിതത്തിൽ കാര്യമില്ല, എനിക്ക് സഹനം തരുന്ന ദൈവത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ മാറിപ്പോവാ. അപ്പം ഈ മനുഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് വചനം എടുക്കുമ്പോൾ ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം കിട്ടാം. ജോബിൻ്റെ പുസ്തകം എഴുതിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, സഹനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് കേട്ടിരുന്നിട്ടേ ഉള്ളൂ, സഹനം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ നേരിൽ കണ്ടു. ഈ വചനം ഈ മനുഷ്യന് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ചേട്ടാ ഇതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അയാൾ ആക്സെപ്റ്റ് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. തൃശ്ശൂർ രൂപതയിൽ ഒരു സഹോദരനുണ്ട്, എൻ്റെ വലിയൊരു കൂട്ടുകാരൻ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോയ്സൺ എന്നാണ്. ഇന്ന് ഒരുപാട് ശുശ്രൂഷകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു മരിയ ഭക്തനൊക്കെയാണ് ജോയ്സൺ ചേട്ടൻ. അപ്പോൾ ജോയ്സൺ ചേട്ടനെ കുറിച്ച് ഞാൻ പറയാത്ത സഹനങ്ങളെക്കുറിച്ചുള്ള ടോക്കിൽ ജോയ്സൺ ചേട്ടനെ ഞാൻ മെൻഷൻ ചെയ്യും. എനിക്കൊന്നിനെ ശാലോമിൽ എന്നെ പണ്ടെപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ജോയ്സൺ ചേട്ടനെ ഞാൻ പരിചയപ്പെടുമ്പോൾ വടക്കാഞ്ചേരി പള്ളിയിൽ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ കുർബാനയുടെ സമയത്ത് ഞാൻ ചോദിച്ചു എന്ത് കുർബാനയാണ്? അപ്പോൾ ഞാൻ ചോദിച്ചു ഇവൻ്റെ ആദ്യ കുർബാനയുടെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇവൻ്റെ ബർത്ത്ഡേയുടെ ഒക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് എഴുതിക്കാൻ നിൽക്കുമ്പോൾ പറഞ്ഞു, അല്ല അച്ഛാ എൻ്റെ മോൻ മരിച്ചതിൻ്റെ ആദ്യത്തെ വർഷമാണ്, മോൻ മരിച്ചതിൻ്റെ കുർബാനയാണ്. എത്ര വയസ്സായി? 15 വയസ്സിന് താഴെ അച്ഛാ. എൻ്റെ മോനൊരു ഒപ്പീസും ഒരു മരിച്ചവരുടെ കുർബാനയും വേണം കേട്ടോ. എന്നിട്ട് ഈ മനുഷ്യൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഉള്ളു പൊളിയാ. ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് മരിച്ചത് ചേട്ടാ? കുർബാനയ്ക്ക് പോയതാ അച്ഛാ, ഓൾട്ടർ ബോയ് ആയിരുന്നു അവൻ. കുർബാന കഴിഞ്ഞപ്പോൾ അന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവിടെയുള്ള പാടത്ത് പോയതാ, കളിക്കലിൻ്റെ ഇടയിൽ കൂടെ കാല് വഴുതി വീണ് അവിടെ മരിച്ച്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ മുഖത്ത് സ്നേഹമുള്ളവരെ ഒരു വിഷമവും കാണുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇയാളിത് എന്ത്? ഞാനിങ്ങനെ സങ്കടപ്പെടാൻ തുടങ്ങാം. അതിന് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ് ഞാനിങ്ങനെ. അയ്യോ മോ മരിച്ചതിൻ്റെ സങ്കടമൊക്കെ ഇദ്ദേഹം പറഞ്ഞേ, എൻ്റെ അച്ഛാ ഇവൻ്റെ മരണ വാർത്ത കേട്ടപ്പോൾ ഞാൻ ചങ്ക് പൊട്ടിയതാ. ചങ്ക് പൊട്ടിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ജോയ്സാ നീ ഓടി വാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ എൻ്റെ മോനിങ്ങനെ ഈ ചേറിൽ മരിച്ചു കിടക്കണ മോനാ. രാവിലെ കുർബാനയ്ക്ക് വന്ന മോനാ. കുർബാനയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് അപ്പാ നമുക്ക് കുർബാന കഴിഞ്ഞിട്ട് ഇന്ന കാര്യം പോകണമെന്നൊക്കെ പറഞ്ഞു വന്ന മോനാണ് അച്ഛാ ചങ്ക് പൊട്ടി കിടക്കണേ, ചേറ് മൂക്കിൽ കയറിയിട്ട് മരിച്ചു കിടക്കണ കാണണേ. പക്ഷെ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ ഈശോ പറഞ്ഞേ, എൻ്റെ ജോയ്സാ ഇത് നിന്റെ ജീവിതത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സഹനമാണ്, ഈ സഹനത്തെ നീ ഏറ്റെടുക്കാതിരിക്കരുത്. ജോയ്സൺ ചേട്ടൻ ഇങ്ങനെ മോനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ ഇത്ര നാൾ എനിക്ക് എൻ്റെ മോനെ തന്നില്ല, അത് മതി, ഞാൻ ഒരിക്കലും നിരാശപ്പെടില്ല, ഈ സഹനത്തെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനിങ്ങനെ നെഞ്ചിൽ വെച്ചു. അദ്ദേഹം പിന്നീട് പറഞ്ഞ എന്താണെന്നറിയോ, എൻ്റെ അച്ഛൻ ഞാൻ എൻ്റെ ഈ സഹനത്തെ, എൻ്റെ മോൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഈ സഹനം ഏറ്റെടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ മറ്റ് മേഖലകളിലൂടെ ഇടപെടാൻ തുടങ്ങി. എന്നെ കർത്താവ് അനുഗ്രഹിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. ഞാനൊരു വൈദികനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ എളിമയോടുകൂടെ പറയാം. ഈ ഒരു ശുശ്രൂഷയിൽ ഈ പ്രോഗ്രാമിനെ നെഞ്ചിലേറ്റുന്ന നിങ്ങളോട് പറയാം, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുഞ്ഞ് സഹനമുണ്ടോ അതാണ് പരിശുദ്ധ അമ്മയിലേക്ക് എന്നെ അടുപ്പിച്ചത്. ആ സഹന സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ കൈ പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്നേഹമുള്ളവർ പരിശുദ്ധ അമ്മ തരുന്ന പാട്ടുകൾ. എനിക്കൊരൊറ്റ വചനത്തിൻ്റെ എക്സ്പ്ലനേഷനോ ഞാൻ ഒരു ഡോക്ടറേറ്റ് എനിക്കില്ല, ഒരു കാര്യത്തെക്കുറിച്ചുള്ള വേണ്ട ഒരു നോളജുകളോ ഒന്നും എനിക്കില്ല. ഈ അമ്മയോട് ചേർന്ന് അമ്മ ഈ ഒരു സഹനമുണ്ട്, നോമ്പ് കാലത്ത് ചെരുപ്പിടാതെ നടക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ത്യാഗപ്രവൃത്തികൾ ചെയ്ത് അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ തരുന്നൊരു സ്വർണ്ണാലയം എന്നൊക്കെ പറഞ്ഞൊരു അനുഭവം ഇല്ലേ, അതിങ്ങനെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഏറ്റവും വലിയ സഹനം എന്ന് പറഞ്ഞാൽ കൊറോണ വന്ന് മുറിഞ്ഞ് ചാവാൻ കിടക്കുന്ന സമയത്ത് അത്രയും എന്നെ വേദനിപ്പിച്ച മനുഷ്യർ സഹനങ്ങളുടെ തീച്ചുള്ളിൽ കിടക്കുന്ന സമയത്ത്, ആ സമയത്ത് എൻ്റെ അടുത്ത് ഈശോ പറഞ്ഞു, സ്റ്റാഴ്സ നീ എടുത്ത് വായിക്കേ, അപ്പം എടുത്ത് അത്ഭുതം ചെയ്യുന്ന സംഭവം വായിക്കേ. അപ്പം ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ ഈ സംഭവമൊക്കെ പറഞ്ഞ് മടുത്തിട്ടുള്ളതാണ്, ഈശോയ്ക്ക് കൊടുത്തപ്പോൾ അത്ഭുതം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഈശോ ഇപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞേ, അതല്ല സ്റ്റാഴ്സ, അതിലൊരു കുഞ്ഞു വരി എടുക്കുന്നുണ്ട്, അപ്പം എടുത്ത് ഉടനെ തന്നെ അവൻ ആശീർവദിച്ച് അവർക്ക് കൊടുത്തില്ല. എഴുതി വെച്ചിരിക്കുന്ന കുഞ്ഞു വരി എന്താണെന്നറിയോ, അവൻ അപ്പം എടുത്ത് മുറിച്ചു. എന്നോട് പറഞ്ഞു, റീഡ് കെയർഫുള്ളി ദ സെയിം വേർഡ്, ബ്രേക്കിംഗ് ദ ബ്രെഡ്. ആഫ്റ്റർ ദ ബ്രേക്കിംഗ് ദ ബ്രെഡ് ആണ് അത്ഭുതത്തിന് കാരണമായി.
ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധ അമ്മ വഴി പറയുന്നുണ്ട്, നീ ഒരു സഹനം എടുക്കുന്നുണ്ടോ? നിന്റെ സഹനത്തെ ദൈവത്തിന് കൊടുത്തിട്ട് പറയാം, ദൈവം തരുന്നതൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം, തുറന്ന മനസ്സോടെ ഏറ്റെടുത്തോളാം എന്ന് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ രക്ഷയുടെ അടയാളം പരിശുദ്ധ അമ്മ അനുഭവിച്ചതുപോലെ നീ അനുഭവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി. കർത്താവെ, അങ്ങേ പ്രതി സഹനം അനുഭവിക്കണം. പ്രത്യേകിച്ച് മണിപ്പൂരിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കള്, സഹനമെടുത്ത് ക്രിസ്ത്യാനിറ്റിയുടെ സകല സഹനങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ ഒരു മെയ് മാസത്തിൻ്റെ രാവുകളിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, സഹനമെടുത്ത് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അമ്മ വഴി യേശു അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. സംഭവം: അയർലൻഡിലെ വിശുദ്ധ ബ്രിജിത്ത് വളരെ സൗന്ദര്യവതിയായിരുന്നു. അവൾ പരിശുദ്ധ കന്യകയുടെ നേരെ അതിയായ ഭക്തിയുള്ളവളായിരുന്നു. കന്യാവ്രതം വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ മാതാപിതാക്കന്മാർ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു. ഒരു പ്രഭുകുമാരൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ബ്രിജിത്ത് കന്യാവ്രതം അർപ്പിച്ചതുകൊണ്ട് വിവാഹത്തിൽ വൈമുഖ്യം പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, അവൾക്ക് ഒരു രോഗം പിടിപെട്ട് അവളുടെ സൗന്ദര്യത്തിന് കോട്ടം സംഭവിച്ചു. ശുദ്ധതയോടുള്ള സ്നേഹം നിമിത്തം അവൾ തന്നെ അവളുടെ മുഖം വിരൂപമാക്കി. തന്നിമിത്തം വിവാഹാലോചനകളെല്ലാം മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ചു. കുറേ നാൾ കഴിഞ്ഞ്, അത്ഭുതമെന്ന് പറയട്ടെ, അവളുടെ പൂർവ്വ സൗന്ദര്യം അവൾക്ക് ലഭിച്ചു. അവൾ പിന്നീട് പരിശുദ്ധ കന്യകയോട് ഏറ്റവും സാരൂപ്യം പ്രാപിച്ചു. അതിനാൽ അയർലൻഡിലെ മേരി എന്ന അപരാവിധാനത്തിന് അർഹയായിത്തീർന്നു. എല്ലാ വിശുദ്ധരും അവരുടെ ശുദ്ധത സംരക്ഷിക്കുന്നതിനായി പരിശുദ്ധ കന്യകയോട് അനാദൃശ്യമായ ഭക്തി പ്രകടിപ്പിച്ചിരുന്നു. അവൾ കന്യകളുടെ രാജ്ഞിയാണ്. പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ്. ഇന്നത്തെ ലൈംഗിക അതിപ്രസരവാദം ശുദ്ധതയെ വളരെ അപകടത്തിലാക്കിയിരിക്കുന്നു. പ്രാർത്ഥന. പരിശുദ്ധ കന്യകയെ അങ്ങ് അവിടുത്തെ കന്യാവ്രതത്തെ ഏറ്റവും വിലമതിച്ചിരിക്കുന്നു. ദൈവമാതൃത്വം അങ്ങേക്ക് നൽകിയ അവസരത്തിൽ പോലും അവിടുന്ന് അതിനെ വളരെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കി. ഞങ്ങൾ ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. ഇന്ന് അനേകർ തങ്ങളുടെ ആത്മനൈർമല്യത്തെ കളങ്കപ്പെടുത്തി ജീവിക്കുന്നു. അവർക്കെല്ലാവർക്കും മാനസാന്തരത്തിനുള്ള പ്രചോദനം ലഭിക്കട്ടെ. കന്യാംബികെ, അങ്ങാണല്ലോ എല്ലാവർക്കും ഹൃദയശുദ്ധിയോടുള്ള സ്നേഹം നൽകുന്നത്. ഞങ്ങളും അതിനെ വിലമതിക്കാനാവുള്ള ജ്ഞാനം പ്രദാനം ചെയ്യണമേ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ദൈവപ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവൃതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്രഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ.
ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹാ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സുഹൃത ജപം. കളങ്കരഹിതയായ കന്യകയെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മെയ് മാസപ്പൂവേ, സ്വർഗം ചാർത്തിയൊരഴകേ,